എന്റെ പ്രിയ കുഞ്ഞെ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ ഭയപ്പെടേണ്ട. നീ ഒറ്റയ്ക്കല്ല. നീ നടന്നു വരുന്ന ഓരോ വഴിയിലും, നിന്റെ ഓരോ ശ്വാസത്തിലും, നിന്റെ ഓരോ ഹൃദയമിടിപ്പിലും എന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. നീ ഭയക്കുന്ന രാത്രികളിൽ ഞാൻ നിനക്ക് കാവലായി നിന്നു. നീ കരഞ്ഞ നിമിഷങ്ങളിൽ നിന്റെ കണ്ണീർ ഞാൻ എണ്ണി സൂക്ഷിച്ചു. നിന്നെ തളർത്തിയ വാർത്തകളും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും അത് നിന്റെ അന്ത്യമല്ല. എന്റെ കൈകളിൽ നിന്റെ ഭാവി സുരക്ഷിതമാണ്. ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നെ കൈവിടില്ല കുഞ്ഞെ. നീ ബലഹീനനാകുമ്പോൾ എന്റെ ശക്തി നിന്നിൽ പൂർണ്ണമാകും. ഇന്നു മുതൽ നീ മുൻപോട്ട് തന്നെ പോകുക. നിന്റെ കാൽച്ചുവടുകളെ ഞാൻ തന്നെ നയിക്കും. അടഞ്ഞുപോയെന്ന് തോന്നിയ വാതിലുകൾ എന്റെ സമയത്ത് നിനക്കായി തുറക്കും. കാരണം ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം വാതിലുകളെ തുറക്കുന്നവൻ ഞാനാണ്. ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ ഭയപ്പെടേണ്ട. ഇതെന്റെ വാഗ്ദത്തമാണ്. എന്റെ കുഞ്ഞെ, നിന്റെ ഉള്ളിൽ ഉയരുന്ന ആ ചോദ്യങ്ങൾ എന്നോട് മറയ്ക്കണ്ട. ഇനി എന്താകും? എന്റെ മുൻപിൽ ഒരു വഴി കാണുന്നില്ലല്ലോ. എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും എന്നെല്ലാം നീ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. നീ നിശബ്ദമായി പ്രാർത്ഥിച്ച ആ രാത്രികൾ, ആരും കണ്ടില്ലെന്ന് കരുതിയ നിന്റെ വേദനകൾ എനിക്ക് മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ ഒരു നിശബ്ദത പോലും എനിക്ക് മറവല്ല. ആ നിശബ്ദതയുടെ പിന്നിൽ നിന്റെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നുവോ അത് ഞാൻ നന്നായി അറിയുന്നു. പിന്നെ കൈവിട്ടു പോകുമെന്ന് നീ കരുതിയ നിമിഷങ്ങളിൽ ഞാൻ നിനക്ക് താങ്ങായി വന്നു. നീ വീണുവെന്ന് വിചാരിച്ച ഇടങ്ങളിൽ ഞാൻ നിന്നെ ഉയർത്താൻ തയ്യാറായി നിന്നു. എന്റെ കുഞ്ഞെ, നീ അനുഭവിക്കുന്ന ഈ കാലതാമസം ഞാൻ നിന്നെ മറന്നതല്ല. ഇതെന്റെ ഒരുക്കത്തിന്റെ സമയമാണ്. നിനക്കിന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പല സംഭവങ്ങളും നിന്നിൽ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ നാളെ നിന്റെ മുൻപിൽ സാക്ഷ്യങ്ങളായി വെളിപ്പെടുവാൻ വേണ്ടിയാണെന്ന് നീ അറിയണം. എന്റെ കുഞ്ഞെ, നിന്റെ വീട്ടിൽ ഇനി ഒരിക്കലും സമാധാനമുണ്ടാകുന്നില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഇനി ഒരിക്കലും ഈ ഭവനം സമാധാനത്തിന്റെ ഭവനമാകില്ല എന്ന് നിന്റെ ഹൃദയം നിന്നോട് മന്ത്രിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരം കെട്ടിക്കിടക്കുന്നതായി നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്നു മുതൽ ഞാനത് മാറ്റി തുടങ്ങുന്നു. നിനക്ക് നഷ്ടപ്പെട്ട സന്തോഷം ഞാൻ ഇരട്ടിയായി തിരികെ നൽകും. നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവസരങ്ങൾ എന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. ഭയപ്പെടേണ്ട. നിന്റെ പേര് ഞാൻ എന്റെ കൈപ്പത്തിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നിന്നെ തൊടാൻ വരുന്ന ഏത് ശക്തി നിന്നെ തൊടാൻ കഴിയാതെ ലജ്ജിച്ച് മാറിപ്പോകും. നീ ഒറ്റയ്ക്കല്ല. ഈ യാത്രയിൽ നിന്റെ മുൻപിലും നിന്റെ പിൻപിലും നിന്റെ ഇരുവശങ്ങളിലും ഞാൻ കൂടെയുണ്ട്. ഇപ്പോൾ നീ കേൾക്കുന്നത് ഒരു സാധാരണ ശബ്ദമല്ല. ഇത് നിന്റെ ആത്മാവിനെ ഉണർത്താൻ വന്ന എന്റെ വിളിയാണ്. എന്റെ കുഞ്ഞെ, എഴുന്നേൽക്കുക. നിന്റെ സ്ഥിതികൾ മാറുന്നു. നിന്റെ അവസ്ഥകൾ മാറുന്നു. നിന്റെ കണ്ണുനീരിന്റെ സീസൺ ഇവിടെ അവസാനിക്കുന്നു. ഇനി സാക്ഷ്യങ്ങളുടെ കാലമാണ്. ഞാൻ നിന്നോടൊപ്പമുണ്ട്.
നീ ഭയപ്പെടേണ്ട. ഇതെന്റെ അവസാന വാക്കല്ല, എന്റെ സ്ഥിര വാഗ്ദാനമാണ്. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. നീ ക്ഷീണിച്ചു പോയ, നീ തളർന്നു പോയ, മതി ദൈവമേ, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തളർന്നു നിന്ന സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ ഞാൻ നിന്നെ ഉയർത്തും. എൻ്റെ കുഞ്ഞെ, നിന്റെ സ്നേഹിതർ പലരും നിന്നെ വിട്ടുപോയി. നിനക്കെന്തും തുറന്നു പറയാൻ കഴിയുമെന്ന് നീ കരുതിയിരുന്ന പലരും ഇന്ന് നിനക്ക് ശത്രുക്കളായി മാറി. നിന്റെ ഹൃദയരഹസ്യങ്ങൾ പോലും നീ തുറന്നു പറഞ്ഞ ആളുകൾ, അവർക്കിന്ന് നീ ഒരു പരിഹാസപാത്രം മാത്രമാണ്. എന്നാൽ കേൾക്കൂ കുഞ്ഞെ, നിന്റെ വേദനകളെ, നിന്റെ സങ്കടങ്ങളെ നീ എൻ്റെ കരങ്ങളിലേക്ക് തരൂ. ഞാൻ നിന്നെ പരിഹസിക്കില്ല, ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഞാൻ നിന്നോടൊപ്പം നിൽക്കും. നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. നിന്റെ സങ്കടങ്ങൾ ഞാൻ എടുത്തു കളയും. ഞാൻ നിന്നെ ഉയർത്തും. ഏതൊക്കെ മേഖലകളിൽ നീ തളർന്നിരിക്കുന്നുവോ, ആ മേഖലകളിലെല്ലാം നിനക്കാവശ്യമായ വിടുതലുകളുമായി ഞാൻ ഇറങ്ങി വരും. ഒരു നേരത്തെ ആഹാരത്തിന് നീ ഭാരപ്പെട്ട ദിനരാത്രങ്ങളില്ലേ, അവിടെയൊക്കെ നിന്റെ കരം പിടിച്ച് ഞാൻ നടത്തിയത് നീ മറന്നുപോയോ? മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് നിന്ന ആ രാത്രികൾ നീ മറന്നുപോയോ? അന്ന് നിന്റെ കരം പിടിച്ചത്, നിന്നെ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിച്ചത് ഞാനായിരുന്നില്ലേ? എല്ലാവരും നിന്നെ വിട്ടുപോയപ്പോഴും എന്റെ മാറോട് ചേർത്ത് നിർത്തി. കരയേണ്ട എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചത് നീ മറന്നുപോയോ? എന്റെ കുഞ്ഞെ, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വേദനയിലും എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. എന്റെ കൈകൾ നിന്നെ താങ്ങും. എന്റെ മാറിടം നിനക്ക് ചായാനുള്ള ഒരു ഇടമാണ്. നിന്റെ വേദനകളെ മറക്കാനുള്ള ഇടം, നിന്റെ സങ്കടങ്ങളെ അവസാനിപ്പിക്കുവാനുള്ള ഇടം. നീ എന്റെ മുൻപിൽ കരഞ്ഞ് ഒരു തുള്ളി കണ്ണുനീര് പോലും അത് വെറുതെയായിട്ടില്ല. അതെല്ലാം ഞാൻ എൻ്റെ തുരുത്തിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിനെല്ലാം പരിഹാരവുമായി ഉടൻ, അതെ ഉടനെ തന്നെ ഞാൻ നിന്റെ അരികിലെത്തും. ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ പിതാവാണ്. ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല.